നെക്സ്റ്റ് ഒരു അപ്സൈക്ലിംഗ് നോക്കിയാലോ. ഞാൻ ഡ്രാഫ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ഡ്രാഫ്റ്റ് ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ. നമ്മുടെ കയ്യിലുള്ള തുണി കഷ്ണം അത്ര കുഞ്ഞി കഷ്ണം, ഫ്രണ്ട് പാർട്ടിന് വേണ്ടി മാത്രം ഒരു ബ്രൊക്കേഡിൻ്റെ ഒരു കഷ്ണം നമ്മുടെ അടുത്തുണ്ട്. ഒരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്തതിൽ ബാക്കിയുള്ള എന്തോ ഒരു കഷ്ണമാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സസ് നമ്മൾ കുറച്ച് കട്ട് പീസസിന് അപ്സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ അതിൽ ഒന്നാണ് കേട്ടോ ഇത്. അപ്പോൾ കൃത്യമായിട്ടുള്ള പാറ്റേൺ ഉണ്ട്. നമുക്ക് ആകെ ഒരു കുഞ്ഞു കഷ്ണം തുണിയുള്ളൂ. അപ്പോൾ അത് വെച്ചിട്ട് ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പില്ലോ കേസ് മോഡലിലുള്ള ഒരു ഭാഗവും യോക്ക് ഭാഗവും ടോട്ടൽ ഒരു 9 ഇഞ്ചാണ് കേട്ടോ ഇതിൻ്റെ റെഡി ലെങ്ത് വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ പേപ്പർ പാറ്റേൺ നമുക്ക് ആകെയുള്ള തുണി കഷ്ണത്തിൽ എങ്ങനെയെങ്കിലും വെച്ചിട്ട് അതിൻ്റെ യോക്കിൻ്റെ ഭാഗം കിട്ടുമോ എന്നുള്ളത് തപ്പിയെടുക്കണം കേട്ടോ. ഇതായിരുന്നു ഒരു ടാസ്ക്. പല രീതിയിൽ ഞാൻ വെച്ച് നോക്കി. കുറച്ച് തയ്യൽ തുമ്പ് കട്ട് ചെയ്ത് കളഞ്ഞു. എന്നിട്ട് ഒരു തരത്തിൽ എനിക്ക് തയ്യൽ തുമ്പ് മാത്രം അഡീഷണൽ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ള പോലെ ഒരു പാർട്ട് കിട്ടിയിട്ടോ. അത് ആകെ ഒരു കുഞ്ഞ് വാൽകഷ്ണം പോലത്തെ തുണിയുള്ളൂ. അപ്പോൾ ആ ഒരു ഭാഗം വെച്ചിട്ട് ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡിലേക്ക് നമുക്ക് ഒരു ജോയിൻറ്റ് കൊടുക്കാം. പിന്നെ ഇതൊരു ബ്രൊക്കേഡിൻ്റെ പീസ് ആയതുകൊണ്ടും ഇതിലിങ്ങനെ കറവറാന്നുള്ള പോലത്തെ ഒരു ഡിസൈൻ ആയതുകൊണ്ടും ഒരു ജോയിൻറ്റ് വരുന്നത് അറിയാനായിട്ട് സാധ്യതയില്ല എന്ന് തോന്നുന്നു കേട്ടോ. എന്തായാലും നമുക്ക് പട്ടണ പോലെ ചെയ്യാം. ബാക്കിലേക്ക് ഞാൻ ഒരു ബ്ലാക്ക് കളർ പോപ്ലിൻ്റെ തുണിയാണ് എടുത്തിട്ടുള്ളത്. കണ്ടോ, അതാ ഇങ്ങനെയാണ് നമുക്ക് ഇത് ആകെ ഒരു പീസ് കിട്ടിയിരിക്കുന്നത്. പിന്നെ സൈഡിൽ നിന്ന് കട്ടായി പോയിട്ടുള്ള ഒരു പീസ് വെച്ചിട്ട് ഞാൻ ഈ ഒരു പീസിനെ നമുക്ക് 2 സൈഡിലും ആദ്യം അടിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു സ്ട്രെയിറ്റ് പീസ് അടിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ പേപ്പർ പാറ്റേൺ വെച്ചിട്ട് കറക്റ്റായിട്ട് വെട്ടിയെടുത്തിട്ട് തുന്നാട്ടോ. അപ്പോൾ അതൊന്നും ഞാൻ കാണിക്കുന്നില്ല. തുന്നി എടുത്തിട്ടുള്ള എൻ്റെ ലാസ്റ്റ് ഔട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ടോപ്പ് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. പോപ്ലിൻ ഫാബ്രിക്കാണ് ഞാൻ ബാക്കിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത് കേട്ടോ. ആ കുഞ്ഞി കഷ്ണങ്ങളൊക്കെ വെച്ചിട്ട് ഒരു കുഞ്ഞി ബോയും ഒരു ഹെയർ ബാൻഡൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ്ലി കൺസീൽ ചെയ്തിട്ടാണ് തുന്നിയിട്ടുള്ളത് കേട്ടോ. ബട്ടണാണ് കൊടുക്കാൻ പോകുന്നത്, തുന്നിയിട്ടില്ല. ഫ്രണ്ടിലേക്ക് നെക്കിലേക്ക് ഇങ്ങനെ ടൈ വരുന്ന പോലെ ആ ഒരു പില്ലോ കേസ് മോഡൽ പറഞ്ഞില്ലേ, അങ്ങനെയാണ് തുന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് പറയാം കേട്ടോ. ഇതിലേക്ക് ഞാനൊരു സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനിയും ഉണ്ട് 1-2 അപ്സൈക്കിൾ ചെയ്ത്. അത് നമുക്ക് അടുത്തടുത്ത വീഡിയോയിലൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ ഇഷ്ടമായ ലൈക്ക് മറക്കണ്ട. താങ്ക് യു.